എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും ഞങ്ങളുടെ ഡിഷുകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് മുഴുത്ത ചെമ്മീൻ കിട്ടിയായിരുന്നു. അതുകൊണ്ട് നല്ല സ്വാദിഷ്ടമായ ഒരു നാടൻ രീതിയിലുള്ള തേങ്ങ അരച്ച കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് ഊണിനോടൊപ്പം കഴിക്കാമെന്നുള്ളത് തന്നെയല്ല, ചപ്പാത്തി, പൂരി, ഇടിയപ്പം ഏതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളത് വേറൊരു പ്രത്യേകത കൂടിയാണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഹായ് മമ്മ, വീണ്ടും ചെമ്മീനാണല്ലോ. അല്ല, മുഴുത്ത ചെമ്മീൻ. ഹായ്. ഈ ചെമ്മീൻ കൊണ്ട് നമ്മള് സ്വല്പം തേങ്ങ അരിച്ച് കുറുകിയ പാകത്തിനൊരു ചെമ്മീൻ പെരളൻ ഉണ്ടാക്കുക. കറി കുറച്ച് തേങ്ങ അരക്കുള്ളൂ, കൂടുതലും മുളക് പൊടി ചേർത്ത. അപ്പൊ ഒരു കുറുകിയ രീതിയിൽ ഒരു പെരളൻ എന്ന് പറയാം അതിന്. ചെമ്മീന്റെ അടിപൊളിയായിരിക്കും ചെമ്മീൻ കറി. അത് ചോറിന് വളരെ രുചികരമായിട്ട് നമ്മളെ മീൻ തേങ്ങ അരച്ച് വെക്കൂലേ, അതുപോലെ ചെമ്മീൻ തേങ്ങ അരക്കണം. അത്രയേ ഉള്ളൂ. ടൊമാറ്റോ ചേർത്ത് തേങ്ങ അരക്കണം. അടിപൊളിയായിരിക്കും. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, അപ്പ 1/2 കിലോ ചെമ്മീൻ മേടിച്ചതാണ്. പക്ഷെ അതിൽ കുറച്ചെടുത്ത് നമ്മൾ ഒലത്തിപ്പോയി. ബാക്കി ഒരു 1/4 കിലോയ്ക്ക് മാത്രം ഉണ്ടാവൂത്. കിള്ളിക്കഴിഞ്ഞപ്പോൾ കുറഞ്ഞതേ ഉള്ളൂ. തൊണ്ടോടുകൂടി മുഴുത്ത ചെമ്മീനാണ്. ആ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കണത് നമ്മൾ സ്വല്പം മഞ്ഞപ്പൊടിയും ഉപ്പും പുരട്ടി ഒന്ന് കുറച്ച് നേരം അതിലേക്ക് പിടിക്കാനായിട്ട് വെക്കണം. ആ സമയത്ത് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഇച്ചിരി ഉപ്പും ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. മഞ്ഞപ്പൊടിയും ചേർത്ത് ആദ്യം മിക്സ് ചെയ്യണം. എന്നിട്ടത് അവിടെ ഇരുന്ന് ശരിക്ക് സെറ്റായി വന്നോളും. എത്ര നേരം വെക്കണം? അത് ഒരു 10 ഇത് വഴന്നു വരുന്നവരെ ഇരുന്നാൽ മതി. ഒരു 10-20 മിനിറ്റ് മതി കഷ്ടി. ഈ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. വലിയ ചെമ്മീന. ഇച്ചിരി മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്താട്ടോ. ഒരു പൊടിക്ക് മതിയത്. ഇതിന് മുളക് പൊടിയല്ല കൂടുതൽ, ടൊമാറ്റോയും തേങ്ങയരപ്പും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മീൻ തേങ്ങ അരച്ച് വെക്കും പോലെ തന്നെ മിക്സിങ്. അത്രേ ഉള്ളൂ, വേറെ ഒരു പ്രത്യേകതയില്ല അതിന്. അടിപൊളിയായിരിക്കും. ഇത്രയും മതി. ഒത്തിരി ആയാൽ കൂടുതൽ. പിന്നെ അരപ്പിൽ ചേർക്കണുണ്ടല്ലോ. ഇനി നമുക്കിതങ്ങ് മൂടി വെക്കാം. കവർ ചെയ്ത്. കണ്ടിട്ട് തന്നെ കൊതിയാവും. നല്ല മുട്ടനല്ലേ? മൂടി വെക്കട്ടെ. ഇതിന്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി അമ്മ ഒരു 4ആയിട്ട് നുറുക്കിയിട്ടേക്കണം. ഇഞ്ചിയുടെ പീസ് 2 ദളം വെളുത്തുള്ളി, ഒരു 2 ദളം ചുമന്നുള്ളിയും കൂടെ നമുക്ക് ചതയ്ക്കാൻ ചേർക്കാം കേട്ടോ. വെളുത്തുള്ളിയുടെ കൂടെ 2 ദളം ചുമന്നുള്ളി, സ്വല്പം കറിവേപ്പില. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ആദ്യം നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ നമുക്കതിൻ്റെ കൂടെ തന്നെ മസാലയ്ക്കുള്ളതാണ് ഒരു ടൊമാറ്റോ, മീഡിയം ടൊമാറ്റോ ഒരെണ്ണം, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കൂടുതലും മുളക് പൊടിയാണ് ചേർക്കണത്. അത് ഇത്രയും സംഗതികൾ നമ്മൾ വഴറ്റാനുള്ളതാണ്. അത് കൂടാതെ നമ്മൾക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് എടുക്കണതിൽ ഒരു 2-3 ദളം ചുമന്നുള്ളി, 1 ദളം വെളുത്തുള്ളി മതി. അതിന് വെളുത്തുള്ളി ഒത്തിരി ആയാൽ കൊള്ളൂല, കുറച്ചല്ലേ ഉണ്ടുള്ളൂ, ചെമ്മീനുള്ളൂ. അതുകൊണ്ട് പിന്നെ കാമുറി തേങ്ങ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാട്ടോ. അരച്ചാൻ അത് സെപ്പറേറ്റ് മാറ്റി അരയ്ക്കാനാ. ഇത് വഴറ്റണം. ഇത് വഴറ്റി കഴിയുമ്പോൾ ഇതിന് കൂടാൻ പാകത്തിനുള്ള അത് ഇടുമ്പോൾ നമുക്ക് കാണിക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം വഴറ്റണം. ഇത് സെപ്പറേറ്റ് പച്ചത്തേങ്ങ അരച്ചെടുക്കണം. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആദ്യം മസാല വഴറ്റാനെടുക്കാം. ഹായ്, ഇന്ന് ട്രഡീഷണൽ മൺപാത്രത്തിലേക്കാണല്ലോ മമ്മ. നമ്മള് പുതിയത് അന്ന് നമ്മൾ പുറത്തു പോയപ്പോ മേടിച്ച പുതിയ ചട്ടിയത്. ഇതിന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി. ഇതിൽ ഇച്ചിരി ചെറുതായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നാള് പറഞ്ഞില്ലേ, ഇത് പൊണ്ടറ പോയപ്പോ മേടിച്ചതാ. അവിടുന്ന് മേടിച്ചാ നമ്മള് മാർക്കറ്റിൽ നിന്ന്. നല്ല ഭംഗിയുണ്ട്. ഇത് ചെമ്മീൻ കറിക്ക് പാകാ. ഇത് പരന്നിരിക്കണം ചെമ്മീൻ കറിക്ക്. ഇനി നമുക്ക് ഒരു 2 തരി കടുകും 2 തരി ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാം. 2 തരി ഉലുവ കേട്ടോ. ഉലുവ. പിന്നെ നമുക്ക് ഉലുവ പൊടി ചേർക്കാനുള്ളതാണ്. പിന്നെ ഒരു സ്വല്പം കടുക്. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് മസാല വഴറ്റാം. ഈ ട്രഡീഷണൽ മൺപാത്രത്തിൽ കറികൾ ഉണ്ടാക്കുമ്പോൾ ഒരു രുചി ഒന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അതെ. അപ്പൊ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം മൺപാത്രത്തിൽ ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അതെ. അപ്പൊ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഈ മൺപാത്രം അവൈലബിൾ ആണോന്നില്ലല്ലോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഇത് ചതച്ചോണ്ട് വരാം.
എന്തൊക്കെയാ ചതക്കണം അമ്മ? ഇഞ്ചി, വെളുത്തുള്ളിയും, ചുവന്നുള്ളി വേഗം ചതച്ചെടുക്കുക. ഇടിയില്ല. ഇത്രയും മതിയല്ലേ? ഇത്രയും മതി. കുറച്ചല്ലേ സാധനമുള്ളൂ. എന്തോരൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞതല്ലേ. 2 തളം വെളുത്തുള്ളി, 2 തളം ചുവന്നുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി സ്ലൈസ് ചെയ്തത്. വേഗം ചതച്ചുകൊണ്ട് വരാം. ഇഞ്ചി കണ്ടോ? അത്രേ ഉള്ളൂ. ചതച്ച ഇഞ്ചി 2 തരം ഉള്ളിയും കൂടെ ചീൻചട്ടിയല്ലല്ലോ, മൺചട്ടിയിലേക്ക് ഇട്ട് കൂട്ടാം. എന്നിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഒരു സ്വല്പം പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളത്. അത് 2ആയിട്ട് കുളന്നത് ഇതിലേക്ക് ഇടാം കേട്ടോ. അത് ഇട്ടിട്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ടൊമാറ്റോ ഇടാം. പിന്നെ പൊടികൾ ചേർക്കാം. അപ്പം ഇത് വഴന്നു തന്നെ ആ സമയത്ത് ആ തേങ്ങ അങ്ങ് അരച്ചെടുക്കാം മിക്സിയിൽ നമുക്ക്. ഇത് കിടന്ന് വഴരട്ടെ. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയത് കൊണ്ടൊന്ന് അരച്ചോണ്ട് വരാം കേട്ടോ. വേഗം അരയ്ക്കാം. മിക്സിയിലേക്ക് നമ്മളിതേ തേങ്ങയും 2 തരം ഉള്ളിയും ചേർക്കുക കേട്ടോ. തേങ്ങ സ്വല്പം ഉള്ളു. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കാണാമോ? ഇനി സ്വല്പം ഇതിന് പാകത്തിനുള്ള വെള്ളം ചേർക്കണം. അരയ്ക്കാനുള്ളത് കൊണ്ട് വെള്ളം വേണം കുറച്ച്. എന്തൊക്കെയാ ചേർത്ത? ഒരു വാളം തേങ്ങ, 1 ദളം വെളുത്തുള്ളി, 2 ദളം ചുവന്നുള്ളി, ഇത്രയാണ് ചേർത്തേക്കണത്. ഇനി നമ്മൾ സ്വല്പം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അത് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരയ്ക്കണം അല്ലേ? നന്നായിട്ട് അരയ്ക്കണം. കുഴമ്പ് പോലെ ആവണം. എന്നാലില്ലേ കൊഴുപ്പ് കിട്ടാൻ. ചാറല്ലേ അതാ. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. കാരണം മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൊടി ചേർക്കാൻ പോവാ കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ ഈ ടൊമാറ്റോ ഇടാൻ വിട്ടുപോയായിരുന്നു. ഇതിലേക്കൊന്ന് ടൊമാറ്റോ ഇട്ട് നമുക്ക് 2 ഇളക്കി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ ഒന്ന് വാടിക്കിട്ടണം. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. അത് ടൊമാറ്റോ ഇടാൻ വിട്ടുപോയി അപ്പുറം മാറിയിരുന്നതുകൊണ്ട് 2 ഇളക്കി വെച്ച് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളൊന്ന് എടുത്ത് വെക്കാം എന്തോരളവെന്നുള്ളത്. കുറച്ച് ചെമ്മീനുള്ളതുകൊണ്ട് നമുക്കതനുസരിച്ച് പൊടികൾ ചേർത്താൽ മതി. ഒന്ന് ഷോക്കായി വരട്ടെ അതിലേക്ക് ടൊമാറ്റോ കിടന്ന്. അപ്പോൾ നമുക്ക് പൊടികൾ എടുത്ത് വെക്കാം. നമ്മളൊരു 1/4 സ്പൂൺ ആട്ടോ എരിവ് മുളക് പൊടി. 1/4 സ്പൂൺ ഇതിന് സ്പൂൺ എരിവ് മുളക് പൊടി. കാരണം ഇത്രയല്ലേ സാധനമുള്ളൂ. പിന്നെ നമുക്ക് പിരിയം മുളക് പൊടി 1/2 സ്പൂൺ ചേർത്ത് കളയാം കേട്ടോ. ഒരു കൊഴുപ്പും നിറമൊക്കെ കിട്ടണമല്ലേ നമുക്ക്. പിരിയം മുളക് പൊടി 1/2 വടിച്ച് കേട്ടോ. 2 തരം മുളക് പൊടി മിക്സ് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് മല്ലിപ്പൊടി നമുക്ക് തേങ്ങേരക്കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി വേണം നന്നായിട്ട്. 1/2 വടിച്ച് ഈ സ്പൂണിന് വടിച്ച് മല്ലിപ്പൊടി. ഇനി ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി മതി. എന്നാന്ന് വെച്ചാൽ അരപ്പ് പുരട്ടി വെച്ചേക്കുമ്പോൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പൊടി കണ്ട ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിത് ടൊമാറ്റോ പാകമായിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. ടൊമാറ്റോ അതിൽ ചേർന്ന് വഴന്നു കൂട്ടോ. അതിലേക്ക് എല്ലാ പൊടികളും ഇതിലേക്ക് ചേർക്കുക. ഈ പൊടികൾ ചേർത്ത് പച്ചപ്പ് മണം മാറിക്കഴിയുമ്പോൾ തേങ്ങയരപ്പ് അതിലേക്ക് ചേർത്തൊന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചേച്ചാണ് നമ്മൾ ചെമ്മീനും കൂടെ ഇട്ട് പറ്റിച്ചെടുക്കണം കേട്ടോ. പൊടികൾ ചേർക്കുമ്പോൾ നല്ല മണം വരും. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂക്കണേൻ്റെ ഒക്കെ മണം നല്ല മണമല്ലേ. അല്ലെങ്കിൽ ലോ ഫ്ലെയിം അല്ലേ? ലോയ. പൊടികളിട്ട ലോയിലാക്കണം. പിന്നെ നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് വരുത്തുമ്പോൾ ഞാൻ പറയാം എല്ലാം മിക്സിങ് കഴിഞ്ഞിട്ട് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കുള്ളൂ. ഇനി നമുക്ക് കുഴപ്പമില്ല. ഇനി ഞാൻ അരപ്പും കൂടെ അങ്ങ് ചേർക്കാം. തേങ്ങ അരപ്പ് കേട്ടോ. തേങ്ങ അരച്ചത് അമ്മ ആ മിക്സി കഴുകി വെള്ളത്തോട് കുറച്ച് കഴുകിയെടുത്ത വെള്ളവും കൂടി ഉണ്ട് കൂട്ടോ ഇതിൽ. കണ്ട ശരി. ഇത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. കണ്ടോ ഇച്ചിരി ചാറ് കിട്ടാനല്ലേ? ചാറ് ഇച്ചിരിയോടെ വെള്ളം ചേർക്കണം. അത് ചെമ്മീനൊക്കെ ചേർത്തിട്ട് ചേർക്കാം നമുക്ക്. 1-2 ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീനിട്ട് സ്വല്പം വെള്ളം കൂടെ ചേർക്കണം. ഹായ് കണ്ടോ? ഹായ്. നല്ല രസമല്ലേ? നല്ല ഭംഗി കാണാൻ. രസം. ഇനി ഉപ്പ് ചേർത്തതാണ്. എന്നാലും ഒരു പൊടിച്ച് ഉപ്പ് ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് പുളി ചേർക്കാനുണ്ട്. ടൊമാറ്റോ കൂടാതെ പുളിയും കൂടെ വേണം. ഈ ചെമ്മീൻ കറിക്ക് നമ്മൾ ചേർക്കണത് മീനിന്റെ കൊടംപുളിയല്ല, വാളംപുളി. ആണോ? ഇതിന് വാളംപുളിയാണ് ചേർക്കണത്. അതായത് ഒരു പ്രത്യേകതയുണ്ട്. കുടംപുളി ചേർക്കണേലും ടേസ്റ്റ് വാളംപുളിയാണ്. നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ചെമ്മീൻ ചേർക്കാം.
ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിം അല്ലേ? ഇപ്പൊ ലോയാ. ചെമ്മീൻ ഇട്ടിട്ട് ഫുള്ളിലേക്ക് മാറ്റിയാൽ മതി. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു. ചാറിന് ആവശ്യമാണ് വേണ്ടേ? അത് എന്തോരാന്ന് വെച്ചാൽ അവനവന്റെ അതനുസരിച്ച് ചേർക്കാൻ പറ്റുന്ന വെള്ളം. അതറിയാലോ, അങ്ങനെ ചേർത്താൽ മതി. നമുക്കിപ്പോ കുറുകിയിരിക്കണമെങ്കിൽ അത്രയും കുറച്ച് മതി എന്ന് മാത്രം. ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കളയാം. ഇനി ചൂടായി കഴിയുമ്പോ ചെമ്മീൻ ചേർത്തേച്ച് നമുക്ക് ഫ്ലെയിം മാറ്റണം. നമ്മള് ചെമ്മീത്തിൽ മാത്രമേ ഉപ്പ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന് കൂടാനായിട്ട് ഒരു സ്വല്പം ഉപ്പ് ചേർക്കണം. മസാലയ്ക്ക് ഉപ്പ് വേണമല്ലോ. പിന്നെ നമുക്ക് ചെമ്മീനൊക്കെ ചേർത്ത് വേവിച്ച് കഴിയുമ്പോ പുളിയൊക്കെ ചേർത്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ തൽക്കാലം ഇതിനുള്ള ഉപ്പാകുമ്പോ ചേർത്തേക്കണം. ഇന്ന് കംപ്ലീറ്റ് ട്രഡീഷണൽ പാത്രങ്ങളാണല്ലോ മുമ്മ. മീനും ചെമ്മീനും ഒക്കെ അല്ലേ, അതുകൊണ്ടല്ലേ ഇതേ നീ ഇത് ഇതിലേക്ക് ചേർക്കും. അതെ ഹായ്. എനിക്ക് കൊതിയാവുന്നു. വേവാതെ കഴിക്കാൻ പറ്റൂല, എന്തായാലും വേവണം. കണ്ടോ, അതെ അതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് പുളിയും കൂടെ ചേർത്തേക്ക് ഒരു പൊടിക്ക് വെള്ളം കൂടെ ചേർക്കാം, അല്ലെങ്കിൽ പറ്റി വരുമ്പോ ഒട്ടും ഉണ്ടാവൂല, ചാറ് കുറുകിയിരിക്കും കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി വേവണ്ട താമസമുള്ളൂ. പക്ഷെ പുളി എടുത്തോണ്ട് വരട്ടെ കേട്ടോ. പുളിയും കൂടെ ചേർത്താൽ നമുക്ക് മൂടി വെക്കാം. പിന്നെ ഇപ്പൊ ഫ്ലെയിം അങ്ങ് കൂട്ടുവാട്ടോ അമ്മ. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നമുക്ക് പുളി ചേർത്തേച്ച് ഉപ്പിന്റെ നോക്കാം അല്ലേ? കളർ തന്നെ കണ്ടിട്ട് പിന്നെ അടിപൊളി. നമ്മളിതേ നമ്മുടെ വാളംപുളി നമ്മള് കാവ് കുത്തി ഉപ്പൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഇടിച്ച് ഉണ്ടയാക്കി വെച്ചിട്ടില്ലേ നമ്മുടെ പുളിമരത്തില്, ആ പുളിയാണ് കേട്ടോ വാളംപുളി. നമ്മ പറഞ്ഞില്ലേ ഇതിന് വാളംപുളി ചേർക്കണേന്ന്. അത് കുറച്ച് വെള്ളത്തില് ചാലിച്ച് അതിന്റെ സിറപ്പാണ് നമ്മൾ ഒഴിക്കണം. ദേ അതിന്റെ സിറപ്പ് കാണിച്ചു തരാം. ഇത് പിഴിഞ്ഞ് പുളി ഇടില്ല അല്ലെ? സിറപ്പ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഈ പുളി ഇടാൻ കൊള്ളൂല, ഈ പുളി ഇട്ടാൻ കൊള്ളൂല. കൊടംപുളി പോലെയല്ല, വാളംപുളി പുളിയായിട്ട് ഇടൂല. സിറപ്പ് മാത്രം. അത് ശരി. അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണ്. മറ്റേ പുളിക്ക് പുളിയോട്ട ഇടാം. നീ ഇതിലേക്ക് ചേർക്കുവാട്ടോ. എന്തോരം വേണമെന്നറിയില്ല, കുറച്ച് ചേർത്ത് നോക്കാം നമുക്ക് ഇങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. കൂടിപ്പോയാൽ പിന്നെ ഭയങ്കര ഇതായിരിക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ നല്ല രസം അല്ലേ? ഇനി നമ്മൾ ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി അടപ്പ് കൊണ്ട് മൂടുവാണ്. വേഗം എന്ത് കിട്ടിയാൽ മതി. നമുക്കൊരു 3-4 മിനിറ്റ് മതി. എന്നത്തേക്കും ചെമ്മീൻ വേവും, വേഗം വേവും ചെമ്മീൻ. ചെമ്മീത്തിന് വേവതിയില്ലല്ലോ, പെട്ടെന്ന് വിശപ്പ് വേഗം വന്നു. മൂടി വെക്കട്ടെ? മൂടുവാട്ടോ. ചെമ്മീൻ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ കുറി കഴിഞ്ഞ് ഇനി നമുക്ക് അധികം വേവിക്കണ്ട. കടുകടുന്നൊക്കെ ആയി പോകും ചിലപ്പോൾ. നമുക്ക് ഏതാണ്ട് പരുവായിട്ടുണ്ട് കേട്ടോ. അരപ്പുമൊക്കെ ചേർത്തല്ലേ. ഇനി നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് വെച്ച് ബർണറിൽ നിന്ന് മാറ്റി മറ്റേ ബർണറിലേക്ക് വെക്കാം. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ടേസ്റ്റാ എങ്ങനെയുണ്ടെന്നാ. നല്ല കറിയാ. ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് വെച്ചിട്ട് തരാം. ചൂടുണ്ട്. നല്ല കറിയാ. മതി നോക്കട്ടെ കേട്ടോ. അടിപൊളി. എന്ത് ടേസ്റ്റാ. നല്ല രുചിയാ. പുതിയ എനിക്ക് ഭയങ്കര ടേസ്റ്റ്. ചോറൊന്നും വേണ്ട, ചപ്പാത്തിയുടെ കൂടെ ഇത് തന്നാ മതി, സബ്ജിയൊന്നും വേണ്ടെന്ന് പറയും. എന്റെ ദൈവമേ എന്തൊരു ടേസ്റ്റാ. സൂപ്പർ സാധനം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് കറി റെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് വേറെ അടുപ്പിലേക്ക് മാറ്റാം. ഇതുപോലെ തിള വന്നു കഴിയുമ്പോ നമ്മൾ ഓഫ് ചെയ്താൽ മതിയോ? തിള അധികം നമുക്ക് വരുത്തണ്ട. കാരണം ഞാനിപ്പോ ഇച്ചിരി തിള വന്നു പോയി. തിളയ്ക്ക് മുമ്പ് വേണമെങ്കിൽ എടുക്കാം. ഇത് അരപ്പൊക്കെ ചേർത്തതല്ലേ. എന്നാന്ന് വെച്ചാൽ കടുകടുന്നായി പോകും ചെമ്മീൻ ചിലപ്പോൾ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മുഴുത്ത ചെമ്മീനല്ലേ. ഇനിയിപ്പോൾ നമുക്ക് കട്ടയിൽ നിന്ന് മാറ്റി വെച്ച് മാറ്റി വെച്ചേച്ച് നമ്മൾ കറികൾക്ക് കടുക് പൊട്ടിക്കാറുണ്ട്. ഇച്ചിരി കടുകും കൂടെ പൊട്ടിച്ച കറി റെഡി ആയി കഴിയും. സ്വല്പം ഉലുവാപ്പൊടി നമ്മൾ സാധാരണ ചേർക്കണല്ലേ, ഒരു പിഞ്ച്. മീനും ചെമ്മീനും ഒക്കെ ഇച്ചിരി ഉലുവ ചേർക്കാൻ നല്ലതാണ്. അത് ചേർത്തു. ഇനി നമ്മള് പറഞ്ഞില്ലേ കടുക് വറക്കാൻ നോക്കാം. ശരി. ഈ കറിക്ക് നമ്മള് കടുക് പൊട്ടിക്കണുണ്ട്. കടുക് പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, താല്പര്യമുള്ളവർ കടുക് പൊട്ടിക്കാം. നമ്മൾ എന്നാണെങ്കിലും തേങ്ങയരിപ്പ് കറിക്ക് കടുക് പൊട്ടിക്കും. അതുകൊണ്ട് നമ്മൾ തവ വെച്ചു, സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി, സ്വല്പം കടുക് അതിലേക്ക് ഇട്ടു കേട്ടോ. ഇനി ഉലുവ ആദ്യം പൊട്ടിച്ചത് കൊണ്ട് ഉലുവ ഇടണ്ട. ഇനി ഉലുവ പൊടിയും ചേർത്തിട്ടുണ്ട്. ഒത്തിരി ഉലുവയുടെ ടേസ്റ്റ് വന്നാൽ കയ്പ് വരും കറിക്ക്. അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മള് ഉലുവ പൊടിയും ചേർത്തില്ലേ വാങ്ങി വെച്ചേച്ച്. ഇനിയിപ്പോ നമുക്ക് ഈ കടുക് പൊട്ടിക്കഴിയുമ്പോ അതിലേക്ക് ഉള്ളി ഇടാം. ചുവന്നുള്ളി ഇട്ട് മൂത്ത് കഴിയുമ്പോ 2 വറ്റൽമുളക് കൂടെ ഇടാം. കറിവേപ്പില അതിൽ ഓൾറെഡി ഉണ്ട്.
ഒത്തിരി വലിയ ആയാലും പിന്നെ കൊള്ളൂല. അതുകൊണ്ടാ കടുക് പൊട്ടി തുടങ്ങി. ക്യാമറ മാറ്റിക്കോ. ഉള്ളി ഇടാൻ പോവാണ്. കുറച്ചല്ലേ ഉള്ളൂ, കറി കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ഈ ഉള്ളി നമുക്ക് മൂത്ത് കഴിയുമ്പോ നമുക്ക് വറ്റൽമുളക് ചേർക്കാം. നല്ല മണം ഉള്ളി മൂക്കണം. എനിക്കും ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ തന്നെ ചോറിനാൻ തോന്നുന്നു. വറ്റൽമുളക് ഇട്ട് കൂട്ടോ. കടുക് വറക്കാനുള്ള ഉള്ളി ഇതൊക്കെ മൂത്ത് കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ടാം. ഇത് മൂത്ത് വെച്ച് നമുക്ക് അതിലേക്ക് തളിക്കാം. ചില അമ്മ പറഞ്ഞില്ലേ, നമ്മള് സാധാരണ തേങ്ങയരപ്പിന് കടുക് വറുത്ത് ചേർക്കും. അതുകൊണ്ടാണ് കടുക് വറക്കണം. താല്പര്യമുള്ളവര് അത് ചെയ്താൽ മതി, നിർബന്ധമില്ല അതിന്. ഓ എന്താ ഒരു മണല്ലേ മീനിന്റെ ചെമ്മീത്തിന്റെ. എല്ലാത്തിനും നല്ല സ്മെല്ലൊന്നും ഇതിന് കിട്ടണില്ലല്ലോ. അതിലേക്ക് ഇടട്ടെ. ആഹാ, നമ്മുടെ ചെമ്മീൻ തേങ്ങ അരപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അമ്പടാ, അവനിരിക്കണ കണ്ടോ? ഓ എന്താ ഒരു സ്മെല്ല്. എനിക്കിവിടെ നിക്കാൻ വയ്യ കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഞാൻ കൊറേ തവണ ടേസ്റ്റ് ചെയ്തു. എനിക്ക് ഇപ്പൊ തന്നെ ചോറിനാൻ തോന്നുക. ചോറിന്റെ ഒപ്പവും ചപ്പാത്തി, പൂരി, പെറോട്ട എല്ലാത്തിന്റെ ഒപ്പവും നമുക്ക് സൈഡായിട്ട്, അതെ ഇടിയപ്പത്തിന്റെ ഒപ്പം എല്ലാത്തിന്റെ ഒപ്പം നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഒരു അടിപൊളി കറിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. ടേസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണാമേ. അങ്ങനെ നമ്മള് ചെമ്മീൻ കറി തേങ്ങ അരച്ച് വെച്ചില്ല ഞോ. ആ കറി വെച്ചതിന്റെ ചെമ്മീൻ കറിയുടെ തീർന്നു കഴിഞ്ഞപ്പോ സ്വല്പം ഗ്രേവിയൊക്കെ അതിൽ കിടപ്പുണ്ട്. അത് നമുക്ക് ഇച്ചിരി ചോറിട്ടൊന്ന് തൂത്തെടുക്കാം. അങ്ങനെ നമ്മള് ഇറച്ചി ഉലത്തിയതും ചെമ്മീൻ ഉലത്തിയതും ചെമ്മീൻ കറിയൊക്കെ ചട്ടിയിൽ ചോറിട്ട് തൂത്ത് കഴിക്കാറില്ല. അങ്ങനെ കഴിക്കാനായിട്ട് തൂത്തെടുക്കുക കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വളരെ രുചികരമല്ലേ അത്. അത് എന്നാ ചെയ്യേണ്ടതെന്ന് അത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ കുഴക്കണം. എന്നാൽ അതിന്റെ എനിക്ക് ഉരുള ഉരുട്ടി തരുമോ? ഞാൻ എന്തോരം തന്നാക്കണം അങ്ങനെ. ഈ ഞാനിവിടെ കുഴച്ചിങ്ങനെ വെച്ചേക്കും. അത് ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളണം. നല്ല മണം. അപ്പൊ നമുക്ക് ഇത് ഒട്ടും ഇത് പറയണ കേട്ടേ, ഒട്ടും പുറത്തേക്കും പോലെ ചട്ടി കഴുകി എടുക്കാം. അടിപൊളി, നല്ലതായിരിക്കും. അതിലേക്ക് ഒരു ചെമ്മീൻ നടുക്കി ഞാൻ വെച്ചേക്കാട്ടോ. കുടിച്ചല്ലേ ചെമ്മീൻ. അതുകൊണ്ട് ആ ചട്ടിയില് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരുന്നോളും. ചെമ്മീനും വെച്ചേക്കാം. അടർന്നു പോയി മോനെ ചെമ്മീനല്ല. ചെമ്മീനും വെച്ചേക്കാം. ഒരു ടൊമാറ്റോയുടെ ഗ്രേവിയുടെ ഇതും വെച്ചേക്കാം. ഇതെനിക്കാണോ? അതെ. ഇതേ പച്ചമുളകും വെച്ചിട്ടുണ്ടോ നോക്കി എടുത്തോളണം കഴിക്കാൻ നേരം. ചെമ്മീൻ അടർന്നു പോയതാട്ടോ, മുഴുത്തതായിരുന്നു നമ്മള് പിടിച്ചതല്ലേ. അത്രേ ഉള്ളു പരിപാടിയല്ലേ. അടിപൊളി. ഉപ്പ് ചേർത്തിട്ടുണ്ടോ കേട്ടോ? ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചോ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോ ഇതുപോലെ പിടിക്കാമോ?